ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇതെൻ്റെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാനൽ ജസ്റ്റ് തുടങ്ങി വെച്ചു എന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ. അപ്പം ഞാൻ ഫാത്തിമ, ഞാനൊരു ഗവൺമെൻറ് ഫാർമസിസ്റ്റ് ആയിട്ട് കറൻ്റ്ലി വർക്ക് ചെയ്യുന്നു. അപ്പം എനിക്ക് കുറേ പേര് DM-ൽ ചോദിച്ചു, B.Pharm കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ജോലിക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ B.Pharm-ന്റെ സ്കോപ്പ് പറയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഒരു ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സിൽ നമുക്ക് അത് ഒതുക്കാൻ പറ്റത്തില്ല. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ ലോങ് വീഡിയോ ആൻഡ് വെൽക്കമിങ് ഓൾ ഓഫ് യു. അപ്പം എനിക്ക് ബേസിക്കലി ഒരു അണ്ടർ ഗവൺമെന്റിൽ നമ്മുടെ ഫാർമസിസ്റ്റിന് അല്ലെങ്കിൽ ഒരു B.Pharm കഴിഞ്ഞ ഒരാൾക്ക് എന്തൊക്കെ ജോബ് വേക്കൻസീസ് ഉണ്ടെന്ന് എനിക്ക് അറിയാവുന്ന കംപ്ലീറ്റ് ബേസിക് കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സോ ഇത് സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. ആൻഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒന്നുകിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് അപ്പം നമ്മുടെ കമ്മിങ് ടു ദ പോയിന്റ്, അണ്ടർ ഗവൺമെന്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് D.Pharm ലെവലും B.Pharm ലെവലും ആയിട്ട് എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പം D.Pharm എന്ന് പറയുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഒരേ ഒരു എക്സാം എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് ഫാർമസിസ്റ്റ് എക്സാമിനേഷനെ കുറിച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫാർമസിസ്റ്റ് എക്സാം എന്ന് പറയുന്നത് തന്നെ പല പല ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിലാണ് നടത്തുന്നത്. അപ്പം നമ്പർ 1 എന്ന് പറയുന്നത് DME, ഡയറക്റ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, DME. അപ്പം DME ഫാർമസിസ്റ്റ് എക്സാം വഴി എക്സാം കണ്ടക്ട് ചെയ്ത് കയറുന്നവർ എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജുകളിലേക്കാണ്. നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും മെഡിക്കൽ കോളേജിലേക്കാണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അത് സ്റ്റേറ്റ് വൈഡ് ആയിരിക്കും. അതായത് കേരള സ്റ്റേറ്റിന്റെ അണ്ടറിൽ ഒരൊറ്റ എക്സാം നടത്തിയിട്ട് ഒരു എല്ലാ ഡിസ്ട്രിക്ട്സിലേക്കും നമ്മൾ ജനറൽ റിക്രൂട്ട്മെന്റ് നടത്തുവാണ്. ആൻഡ് നമ്പർ 2 എന്ന് പറയുന്നത് DHS ഫാർമസിസ്റ്റ് എക്സാം ആണ്. അപ്പൊ ഫാർമസിസ്റ്റിന്റെ മാത്രം ഗവൺമെന്റ് എക്സാംസിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പം D.Pharm ബേസിക് ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ പോലും B.Pharm, M.Pharm, PharmD ഹയർ ക്വാളിഫിക്കേഷൻസിനൊക്കെ ഒരേപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ എക്സാംസ് ഒക്കെ. അപ്പം നമ്പർ 2 എന്ന് പറയുന്നത് DHS ആണ്. DHS എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഫാർമസിസ്റ്റ് എക്സാം ആണ്. അപ്പം DME-നെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ DHS-ന്റെ വ്യത്യാസം എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററുകളിലേക്ക്, നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെ നമ്മുടെയൊക്കെ വീടിന്റെ അടുത്തുണ്ട്. അപ്പം അങ്ങനെയുള്ള ഹെൽത്ത് സെന്ററുകളിലേക്കുള്ള ഫാർമസിസ്റ്റിനെ എടുക്കുന്നത് DHS എക്സാം വഴിയാണ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ എക്സാം ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും. അതായത് എക്സാം നമുക്ക് ഒറ്റ ഒരു എക്സാം ഒരേ സമയം വിളിക്കുകയാണെങ്കിൽ പോലും ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഏത് ഡിസ്ട്രിക്റ്റ് ആണ് വേണ്ടേ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം. എന്നിട്ട് ആ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിലുള്ള വേക്കൻസീസിലേക്ക് മാത്രമേ നമ്മൾ പരിഗണിക്കത്തുള്ളൂ. അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ നാട്ടിലെ അവരുടെ നാട് ഏതാണോ അതായിരിക്കും അവർ ഡിസ്ട്രിക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. പിന്നെ ചില കേസസിൽ ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പൊ കറണ്ട് ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ ലാസ്റ്റത്തെ എക്സാം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മലപ്പുറം, കോഴിക്കോട്, എറണാകുളം ഡിസ്ട്രിക്റ്റിലൊക്കെ എക്സാം എഴുതുന്നവർക്ക് റാങ്ക് ലിസ്റ്റിൽ കയറിയാലും ജോലി കിട്ടാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവിടെയൊക്കെ കോമ്പറ്റീഷൻസ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അതേസമയം ഇടുക്കി, വയനാട് മേഖലകളിലൊക്കെ കട്ട് ഓഫും മാർക്കും കുറയും. അതേപോലെ കോമ്പറ്റീഷനും ബേസിക്കലി കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം ചില ആളുകൾ ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ഇടുക്കി, വയനാട് വെക്കുന്നവരും ഉണ്ട്. അപ്പം ഏത് ഡിസ്ട്രിക്റ്റ് വെക്കണം എന്നുള്ളത് നമ്മുടെ സെൽഫ് ഡിസിഷൻ ആണ്. അത് നമ്മൾ വെക്കുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിലെ വേക്കൻസീസിലേക്ക് നമ്മുടെ എക്സാം പരിഗണിക്കുള്ളൂ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം DHS എക്സാം ആണെങ്കിലും DME എക്സാം ആണെങ്കിലും 3 വർഷത്തിൽ കൂടുമ്പോൾ മാത്രമാണ് ഈ എക്സാം നടത്തുന്നത്. ഓക്കെ, അപ്പം അപ്പൊ DME-യും DHS-ഉം ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. കമന്റ് സെക്ഷനിൽ ചോദിച്ചാലും മതി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത എക്സാം എന്ന് പറയുന്നത് IMS ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പണി കുറവുള്ള ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ESA ഹോസ്പിറ്റൽസ് ആയിരിക്കും. കാരണം ഇൻഷുറൻസ് ഉള്ളവർ മാത്രം ചെല്ലുന്ന ഒരു ആശുപത്രിയാണ്. ആൻഡ് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ESA ഇപ്പം നമ്മൾ ഒരു ഡിസ്ട്രിക്ട് എടുത്താൽ തന്നെ ESA ഹോസ്പിറ്റൽസ് ഹെൽത്ത് സെന്ററിന് അത്ര അവൈലബിൾ അല്ല. അപ്പൊ അതനുസരിച്ച് വേക്കൻസീസ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാമിന്റെ കട്ട് ഓഫും നല്ല റേഞ്ചിലായിരിക്കും കമ്പയർ ടു DME ആൻഡ് DHS. ആൻഡ് ഇതും ഒരു ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ തന്നെയാണ്. സ്കെയിൽ ഓഫ് പേയ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ കറന്റ് സ്കെയിൽ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് 36,500 to 75,000 ആണ് സ്കെയിൽ ഓഫ് പേ. അതിപ്പം DME ആണെങ്കിലും ഞാനിപ്പോ പറഞ്ഞ DHS ആണെങ്കിലും IMS ആണെങ്കിലും സെയിം സ്കെയിൽ ഓഫ് പേയ്മെന്റ് തന്നെയാണ്. ഓക്കെ,
ഇനി നമ്പർ 4 എന്ന് പറയുന്നത് സപ്ലൈകോ ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ ആണ്. അതായത് സപ്ലൈകോ സ്റ്റോഴ്സ് ഉണ്ട്, നമ്മളെ മെഡിക്കൽ സ്റ്റോഴ്സ് ഉണ്ട് നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട്, അല്ല അതും സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അപ്പം ആ സപ്ലൈകോയിലേക്കുള്ള ആ മെഡിക്കൽ സ്റ്റോഴ്സിലേക്കുള്ള ഫാർമസിസ്റ്റിനെ സെലക്ട് ചെയ്യുന്നതാണ് സപ്ലൈകോ ഫാർമസിസ്റ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പം IMS ഫാർമസിസ്റ്റ് എക്സാം നമ്മൾ DME DHS വെച്ച് നോക്കുമ്പോൾ ഇയർലി നടത്താറുണ്ട്. ആൻഡ് IMSന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ എക്സാം ആയിരിക്കും. ഇപ്പൊ DHS നമ്മൾ ഒരു ഡിസ്ട്രിക്റ്റിന് നമ്മൾ ഒരുമിച്ചാണ് എക്സാം നടത്തുന്നതെങ്കിൽ നമ്മൾ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുകയാണ്. IMSന്റെ എക്സാം വിളിക്കുന്നത് തന്നെ IMS ആലപ്പുഴ, IMS കാസർഗോഡ്, IMS മലപ്പുറം എന്ന് പറഞ്ഞ് ആ ഡിസ്ട്രിക്റ്റോട് കൂടി ചേരണം. നമുക്ക് എല്ലാ IMS എക്സാംസും അപ്ലൈ ചെയ്യാം, എക്സാം എഴുതാവുന്നതാണ്. അതേസമയം DHS എന്ന് പറയുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിന്റെ ആ ഒരു ഇത് മാത്രമാണ് വരുള്ളൂ. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. പിന്നെ IMS ഇയർലി ഉണ്ട്. ഇപ്പം IMSല് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും വിളിക്കും. അങ്ങനെ ഒരു 1 ഇയർ ഡിഫറൻസേ ഉള്ളൂ. ചിലപ്പോൾ ഒരു ഇയർലി തന്നെ IMS കോഴിക്കോടും മലപ്പുറവും വിളിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 2-3 ജില്ലകളെ ഒരുമിച്ചും ഇത് വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പം സപ്ലൈകോ ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് അങ്ങനെ ഇത്ര ഇയർ എന്ന് പറയുന്നില്ല, ബട്ട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് ആ എക്സാമും നടത്താറുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് മേജർ ആയിട്ട് ഫാർമസി എക്സാമിനേഷൻസ്, അതായത് DPharm ഡിപ്ലോമ ലെവലിലുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇത്രയും എക്സാംസ് ഒരുമിച്ച് വിളിക്കുമ്പോഴത്തേക്കും ഒരുവിധം എല്ലാ എന്താ പറയാ നമുക്ക് അത്യാവശ്യം നല്ല വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു BPharm മുതൽ അങ്ങോട്ട് MPharm, PharmD പോലുള്ള ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ എക്സാം ആണ്. അതിൽ ഫസ്റ്റ് വരുന്നത് ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം ആണ്. ഇപ്പൊ ഫാർമസി എക്സാമിനേഷൻ വെച്ച് അല്ലെങ്കിൽ ഒരു ഫാർമസിസ്റ്റിന്റെ പോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു സ്കെയിൽ ഓഫ് പേയ്മെന്റ് 55,000 ആണ് സ്റ്റാർട്ടിങ് ബേസിക് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അത്രയും സ്കെയിൽ ഓഫ് പേയ്മെന്റ് കൂടുതലുള്ള ഒരു എക്സാം കൂടിയാണ് നമ്മുടെ ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാം. അപ്പം അതൊരു ഗസറ്റഡ് പോസ്റ്റിലേക്കുള്ളതാണ്. അപ്പം അത് ഒരു ഡിസ്ട്രിക്റ്റില് 3 സോൺസിലേക്കൊക്കെയാണ് പോസ്റ്റ് വരുന്നത്. അത് വേക്കൻസീസ് അനുസരിച്ച് ചിലപ്പം നല്ല വേക്കൻസി ഉണ്ടാവും, ചിലപ്പോൾ കുറവായിരിക്കും. ബട്ട് ഫാർമസീനെ വെച്ച് നോക്കുമ്പോൾ റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിലും വളരെ ഫ്യൂ മെമ്പേഴ്സേ അതിൽ ഇൻക്ലൂഡഡ് ആവുള്ളൂ. കാരണം അത്രയും വേക്കൻസീസേ വരാറുള്ളൂ കമ്പയർ ടു ഫാർമസിസ്റ്റ് പോസ്റ്റ്. സോ ഡ്രഗ് ഇൻസ്പെക്ടറിന്റെ എക്സാം ഒരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. ഒരു 3 ഇയർ ഗ്യാപ്പിലാണ് അത് വരുന്നത്. ആൻഡ് BPharm കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഗവൺമെന്റ് അനലിസ്റ്റ് എക്സാം ആണ്. നമ്മുടെ സ്റ്റേറ്റ് ഡ്രഗ് ലബോറട്ടറിയിലുള്ള അനാലിസിസിന് വേണ്ടിയിട്ട്, ഡ്രഗ്സിന്റെ അനാലിസിസിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അനലിസ്റ്റ്. ഗ്രേഡ് 3 ആണ് നമ്മൾ വിളിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പിന്നെ പ്രൊമോഷൻ കിട്ടിയാണ് ഗ്രേഡ് 1 ആവുന്നത്. അപ്പം ഈ അനലിസ്റ്റ് ഗ്രേഡ് 3 എന്ന് പറയുന്നെങ്കിലും ഡ്രഗ് ഇൻസ്പെക്ടർ പോലെ തന്നെ ആ സെയിം സ്കെയിൽ ഓഫ് പേയ്മെന്റ് ഉള്ള അത്യാവശ്യം നല്ല ഒരു പോസ്റ്റ് കൂടിയാണ് ഗവൺമെന്റ് അനലിസ്റ്റ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ ഡ്രഗ് ഇൻസ്പെക്ടർ എക്സാമും ഗവൺമെന്റ് അനലിസ്റ്റ് എക്സാമും സ്റ്റേറ്റ് വൈഡ് ആയിരിക്കും. വേക്കൻസീസ് കുറവായിരിക്കും, ഷോർട്ട് ലിസ്റ്റിലെ മെമ്പേഴ്സ് കുറവായിരിക്കും. അതേപോലെ തന്നെ കട്ട് ഓഫ് കൂടുതലായിരിക്കും ബേസിക്കലി കമ്പയർ ടു ദി ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ. അപ്പം ഇത്രയാണ് നമ്മുടെ അണ്ടർ കേരള ഗവൺമെന്റില് കേരള PSC നടത്തുന്ന ഒരു ഫാർമസി ഫീൽഡിലുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാംസ്. ഓക്കെ, താങ്ക് യു.